ഇപ്പോൾ സൂര്യശ്രീ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് വനിതകൾക്കൊപ്പം. അപ്പോൾ അവിടെ എന്താണ് വിവരം എന്നറിയാൻ സൂര്യശ്രീ കൂടി നമുക്കൊപ്പം ചേരുന്നു. തൊടുപുഴയിൽ നിന്നാണ് സൂര്യശ്രീ ചേരുന്നതെന്ന് തോന്നുന്നു. പറയൂ സൂര്യശ്രീ. ചരിത്രത്തിലേക്കുള്ള ഒരു യാത്രയ്ക്ക് ഇതായത് ഡബിൾ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ സ്ത്രീകൾ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടെ തന്നെ ഈ യാത്രയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം കഴിഞ്ഞ തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ണപ്പുറത്തേക്കുള്ള ഒരു ബസ്സിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഇവിടെ സ്ത്രീകളെല്ലാം തന്നെ സൗജന്യ യാത്രക്കായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞ് ബസ്സിൽ കയറിയിരിക്കുന്നു. യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചേച്ചി, എങ്ങനെയുണ്ട് ഈ സർക്കാരിന്റെ ഈ ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് എന്താ പറയാ? നല്ല കാര്യം. സാധാരണക്കാരന് സ്ത്രീകൾക്ക് ഒരുപാട് ഉപകാരമാകും. ഞങ്ങൾക്ക് അഭിമാനമാണ് സ്ത്രീകളെ പരിഗണിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ. കാരണം നമുക്ക് അവഗണനയുടെ ആദ്യപടിയായിട്ട് തന്നെയാണ് തൊടുപുഴയിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. എന്തായാലും KSRTCയുടെ ചരിത്രത്തിലെ ഏറ്റവും ധന്യമായ തീരുമാനമാണ് ഇന്ന് അവരെടുത്തത്. അതേസമയം ചില പ്രതിഷേധങ്ങളൊക്കെ അങ്ങിങ്ങി നടക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് കൂടി ഈ സൗജന്യ യാത്ര അനുവദിക്കണം, അതുപോലെ സംസ്ഥാനത്തെ എല്ലാ KSRTC ബസ്സുകളിലും ഈ സൗജന്യ യാത്ര വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. അതിനിടയിൽ തമ്പാനൂരിലെ KSRTC ഡിപ്പോയിലേക്ക് BJPയുടെ പ്രതിഷേധം വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നു. എന്നാൽ ഈ പ്രതിഷേധമൊക്കെ എത്രമാത്രം പിടിച്ചു നിൽക്കുമെന്നറിയില്ല. കാര്യം ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര തീരുമാനം, ഹിസ്റ്റോറിക്കൽ എന്ന് പറയാവുന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിന് 800 കോടിയിലധികം രൂപ ബാധ്യത വരുന്ന ഒരു തീരുമാനമാണ് UDF സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയും എന്ന് മാത്രമല്ല, അവർക്ക് ഒരുപക്ഷെ വരും കാലത്ത് സ്ത്രീകൾക്ക് കേരളത്തിലെ എല്ലാ ബസ്സുകളും സൗജന്യ യാത്ര അനുവദിക്കാനുള്ള സാഹചര്യം പോലും ഇതുമൂലം സംജാതമാകാനുള്ള സാഹചര്യം ഉണ്ടാകും. അത് സർക്കാരിന് തീർച്ചയായിട്ടും ഒരു ബാധ്യതയാണെങ്കിൽ പോലും 800 കോടിയുടെ ബാധ്യത സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നു ഈ സൗജന്യ യാത്രയിലൂടെ. എങ്കിൽ പോലും ഇതൊരു നിർണായകമായ തീരുമാനമാണ്. വനിതകൾക്ക് ഒരുപക്ഷെ പലയിടങ്ങളിലേക്ക് അവർക്ക് യാത്ര ചെയ്യുവാനും അവരെ കുടുംബ ബഡ്ജറ്റിൽ ചെറിയ കാര്യങ്ങൾ, ചെറിയ തുക മിച്ചം വയ്ക്കുവാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സൂര്യഗായത്രി കൂടി കൊല്ലത്ത് നിന്ന് വീണ്ടും ചേരുകയാണ്. സൂര്യഗായത്രി, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രിയദർശിനി യാത്രയുടെ കൊല്ലത്തെ അത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. മന്ത്രി ബിന്ദു കൃഷ്ണയും NK പ്രേമചന്ദ്രൻ MPയും വിഷ്ണുമോഹൻ MLAയും അടക്കം വലിയൊരു സംഘമാണ് ഈ യാത്ര ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതുള്ളതാണ്. ഇതിപ്പോൾ കൊട്ടാരക്കരയിലേക്ക് പോവുകയാണ്. ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് ഇവിടെ ചേച്ചിമാർ ഇരിക്കുന്നത്. വലിയ സന്തോഷത്തിലാണല്ലേ? ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഇന്ന് എത്തിയത്. ഇന്ന് ഇതിനു വേണ്ടി തന്നെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഇന്ന് സന്തോഷത്തോടെ കൊട്ടാരക്കര യാത്ര ചെയ്യുന്നു. പ്രിയദർശിനിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതാണ്. ഞാൻ ഇന്ന് 1-ാം തീയതിയല്ലേ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് ഈ ആഘോഷങ്ങളെല്ലാം പങ്കെടുത്തു. തിരിച്ചു ഞാൻ വീട്ടിലോട്ട് പോകുവാണ്. കടപ്പാക്കട ഇറങ്ങും. വളരെ സന്തോഷം. ഇപ്പൊ എന്നും KSRTCയിലാണ് യാത്ര? തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ്. ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇവിടുത്തെ ഉദ്ഘാടനമൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. യാത്ര KSRTCയിൽ തന്നെ. എന്തോന്നു ചേച്ചി? അമ്പലത്തിൽ പോയിട്ട് വരുവാ. സൗജന്യമാണ് ഇനി യാത്ര. എവിടെ വേണേലും പോവാം. ഓർഡിനറി ബസ്സിൽ കടപ്പാക്കട ഇറങ്ങാൻ. എന്നും ബസ് യാത്ര ചെയ്യുന്ന ആളാണോ? ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. യാത്ര ബസ്സിലാണ്, പിന്നെ സൗജന്യമായിട്ട് പോവാം. അതെ. എന്തോന്നു ചേച്ചി സൗജന്യ യാത്ര? സൗജന്യ യാത്ര UDF ഗവൺമെൻറ്റിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു. ഞങ്ങൾ കയറി അധികം നാളായിട്ടില്ല. എങ്കിൽ പോലും ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനം. പാർട്ടിക്കാരിയാണ് ഞാൻ. പാർട്ടിക്കാരി മാത്രമല്ല, കൊല്ലം കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ഇന്ന് ഈ യാത്ര ഈ ബസ്സിൽ തുടരുവാണോ? കുറച്ച് ദൂരം വരെ മീറ്റിംഗ് ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഞങ്ങളെ വിജയത്തിൻ്റെ തുടങ്ങിയിട്ടേ ഉള്ളൂ. സന്തോഷത്തിലാ? തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷമാണ്. കുറേ നാളുകളെ ആഗ്രഹിച്ചത് കർണാടക സർക്കാർ ഇത് പ്രാവർത്തികമാക്കിയ സമയം മുതൽ കേരളം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ പത്രത്തിൽ തന്നെ ഉണ്ട്. സാധാരണക്കാർ ഒരുപാട് പേര്, പ്രത്യേകിച്ച് മറ്റേ ഹരിതകർമ്മ സേനാംഗങ്ങൾ, മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾ, പിന്നെ ഈ കശുവണ്ടി ബാറ്ററി പോകുന്നവർ, അങ്ങനെ പലവിധ ജോലിക്ക് പോകുന്നവർക്ക് ഇത് വളരെ ഒരു പ്രയോജനകര കാര്യം. 10,000, 8,000 രൂപയൊക്കെ കിട്ടുന്നവർക്ക് 1,500 രൂപയോളം മാസം ചിലവാകുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയാണെങ്കിൽ ഏറ്റവും വലിയ ഫലപ്രദമായി സാധാരണ സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുന്നുള്ളതിലും വ്യത്യാസമാണ്. അങ്ങനെ സ്ത്രീകൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. സ്ത്രീകൾ മാത്രമല്ല, ഈ കൊല്ലം ബസ് സ്റ്റാൻഡിന് പുറത്ത് നമുക്കത് ദൃശ്യം എടുക്കാൻ പറ്റില്ല ബസ്സിലായതുകൊണ്ട്, അവിടെ പായസം വിളമ്പലും അതുപോലെ തന്നെ മറ്റ് മധുരപലഹാര വിതരണവും ഒക്കെ നടക്കുകയാണ്. അങ്ങനെ വലിയ ആഘോഷമായിട്ട് പ്രിയദർശിനിയുടെ ആദ്യ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. ഇതേ കണ്ടക്ടർ ഉണ്ട്. എങ്ങനെയുണ്ട് പുതിയ ദൗത്യം? സന്തോഷമുണ്ട്. ഉദ്ഘാടനത്തിൻ്റെ വണ്ടിയിൽ ആദ്യ യാത്രയായിട്ട് പോകാനായിട്ട് അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. ചെറിയൊരു ആശങ്കയുണ്ടോ? ഇതുവരെ അങ്ങനെ തോന്നുന്നില്ല. ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇനി കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സീറോ ടിക്കറ്റിംഗ് ആണ്? സീറോ ടിക്കറ്റിംഗ് ആണ്. എല്ലാം ഓക്കെ ആയി? കുഴപ്പമില്ല, നോക്കാം.
അത്യാവശ്യം തിരക്കുള്ള റൂട്ടാണ് കൊട്ടാരക്കര. എന്താവും അറിയത്തില്ല, ഇനിയിപ്പം ആദ്യമാണല്ലോ, നോക്കാം. ടിക്കറ്റ് രീതിയിലൊക്കെ മാറ്റം വരികയാണ്. അതിലൊക്കെ തന്നെ വലിയ ആകാംക്ഷയും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ KSRTC ജീവനക്കാർക്കും. എന്തായാലും ഈ യാത്ര കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ ബസ് പുറപ്പെട്ട് കഴിഞ്ഞു ഇത് കൊട്ടാരക്കരയിലേക്കാണ് പോകുന്നത്. വഴിയിലുടനീളം ഈ ബസ് കാത്തു നിൽക്കുന്ന പ്രവർത്തകരുണ്ട്, വനിതകളുണ്ട്. കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഇപ്പോൾ എല്ലാ ബസ്സുകളും, പ്രിയദർശിനിയുടെ എല്ലാ ബസ്സുകളും ഇപ്പോൾ യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും SKN വലിയ സന്തോഷമാണ്. സ്ത്രീകളുടെ മുഖത്തൊക്കെ നിറഞ്ഞ പുഞ്ചിരിയാണ് കാണാൻ കഴിയുന്നത്. അവർ അധ്വാനിക്കുന്നതിന്റെ ഒരു ഭാഗം ഇനി മുതൽ ഈ യാത്രയ്ക്കായിട്ട് ചെലവാകില്ല എന്നുള്ളതാണ്. അത് മിച്ചം വെച്ച് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്കത് ഉപയോഗിക്കാൻ കഴിയും. എന്തായാലും UDF സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ അവർ ഏറ്റവും അഭിമാനത്തോടു കൂടി മുന്നോട്ട് വെക്കുന്ന പ്രിയദർശിനി യാത്ര അത് ഇരു കൈയും നീട്ടിയാണ് കേരളത്തിലെ വനിതകളും അതുപോലെ തന്നെ മറ്റു ജനങ്ങളും ഒക്കെ തന്നെ സ്വീകരിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.